ഹാജി മസ്താൻ, മുംബൈ അധോലോകത്തിലെ ജെന്റിൽമാൻ ഡോൺ. മുംബൈ അധോലോകത്തിന്റെ ചരിത്രത്തിൽ തോക്കിനേക്കാൾ കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരാളുണ്ടെങ്കിൽ അത് ഹാജി മസ്താനാണ്. വെറുമൊരു കൂലിപ്പണിക്കാരനിൽ നിന്ന് മുംബൈയുടെ സുൽത്താൻ പദവിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച ഒരു സിനിമാ കഥയേക്കാൾ വിചിത്രമാണ്. 1926-ൽ തമിഴ്നാട്ടിലെ കടലൂരിലുള്ള പനങ്കാട്ട് ഗ്രാമത്തിലാണ് മസ്താൻ ജനനം. കുട്ടിക്കാലം മുതൽ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമായതിനാൽ മെച്ചപ്പെട്ട ജീവിതം തേടി 10ാം വയസ്സിൽ അദ്ദേഹം പിതാവിനോടൊപ്പം മുംബൈയിലേക്ക് കുടിയേറി. പിതാവ് ക്രോഫോർഡ് മാർക്കറ്റിൽ സൈക്കിൾ റിപ്പയർ ചെയ്തും മറ്റും ചെറിയ ജോലികൾ ചെയ്താണ് അദ്ദേഹം ജീവിതം തുടങ്ങിയത്. എന്നാൽ ജീവിതത്തിൽ പറയത്തക്ക മാറ്റമുണ്ടായിരുന്നില്ല. എന്നാൽ ഹാജി മസ്താന് അങ്ങനെയല്ല. ജീവിതത്തിൽ മാറ്റമുണ്ടാകണം എന്ന് മനസ്സിൽ കണ്ടിരുന്നു. തന്റെ കടയുടെ മുൻപിൽ കൂടി പോകുന്ന ആഡംബര കാറുകളിൽ അവന്റെ കണ്ണുടക്കി. ഒരു ദിവസം ഇതുപോലെ ആകണം എന്ന് സ്വപ്നം കണ്ടു ഹാജി മസ്താൻ. മുംബൈ ഡോക്കിൽ ഒരു ചുമട്ടുതൊഴിലാളിയായി ജോലിക്ക് കയറിയതാണ് മസ്താന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ശേഷം അദ്ദേഹം 19ാം വയസ്സിൽ സഫറ ബീഗത്തെ വിവാഹം കഴിച്ചു. അക്കാലത്ത് വിദേശ വസ്തുക്കൾക്ക് ഇന്ത്യയിൽ വലിയ നിരോധനങ്ങളുണ്ടായിരുന്നു. കപ്പലുകളിൽ വരുന്ന സാധനങ്ങൾ പുറത്തെത്തിക്കാൻ സഹായിക്കുന്നതിലൂടെ അദ്ദേഹം ചെറിയ ലാഭം കൊയ്യാൻ തുടങ്ങി. പിന്നീട് സുഗുർ നാരായൺ ബഖിയ എന്നൊരാളുമായി ചേർന്ന് സ്വർണം, വെള്ളി, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയുടെ വലിയ തോതിലുള്ള കള്ളക്കടത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. എന്നാൽ അബ്ദുൽ ഗാലിബ് എന്ന കള്ളക്കടത്തുകാരനെ കണ്ടതാണ് മസ്താന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത്. കസ്റ്റമസിന്റെ കണ്ണു വെട്ടിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് പുറത്തെത്തിക്കുന്നതായിരുന്നു മസ്താന്റെ ആദ്യകാല ഓപ്പറേഷൻ. എന്നാൽ ഒരിക്കൽ ഗാലിബിനെ കൈമാറ്റത്തിനിടയിൽ കസ്റ്റംസ് പിടിച്ചു. എന്നാൽ മസ്താനെ പിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിനകം മസ്താൻ സ്വർണവുമായിട്ട് ഓടിക്കളഞ്ഞു. ഗാലിബ് ജയിലിലായപ്പോൾ അദ്ദേഹം ഏൽപ്പിച്ച സ്വർണം വർഷങ്ങളോളം ആരും കാണാതെ തന്റെ ചെറിയ വീട്ടിൽ മസ്താൻ സൂക്ഷിച്ചുവെച്ചു. ജയിലിൽ നിന്നും മോചിതനായ അറബി തന്റെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടുവെന്ന് കരുതി. എന്നാൽ ഗാലിബ് ഇറങ്ങിയതറിഞ്ഞു മസ്താൻ സൂക്ഷിച്ച അദ്ദേഹത്തിന്റെ സ്വർണം അറബിയെ തിരിച്ചേൽപ്പിച്ചു. മസ്താന്റെ സത്യസന്ധത ഗാലിബിനെ അത്ഭുതപ്പെടുത്തി. പിന്നീടവർ കള്ളക്കടത്തിൽ പങ്കാളികളായി. അവിടുന്ന് ക്രമേണ ഹാജി മസ്താൻ ബോംബെ അധോലോകത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി. ഒരിക്കൽ ഷേർഖാൻ പഠാൻ എന്ന ഗുണ്ടയെ ഡോക്കിൽ വെച്ച് നേരിട്ടതോടെ മസ്താന്റെ ഖ്യാതി വർദ്ധിച്ചു. പിന്നീട് മസ്താൻ വരദരാജ് മുതലിയാർ അഥവാ വരദാഭായി, കരീം ലാല എന്നിവരുമായി ചേർന്ന് അദ്ദേഹം അധോലോകത്തെ 3ആയി വിഭജിച്ചു ഭരിച്ചു. മസ്താന്റെ ബുദ്ധിയും മറ്റു രണ്ടുപേരുടെ ശക്തിയും കൂടിയായപ്പോൾ അവരെ തകർക്കാൻ ആർക്കും സാധിച്ചില്ല. അങ്ങനെ സൗത്ത് ബോംബെയും വെസ്റ്റ് ബോംബെയും മസ്താന്റെ അധീനതയിലായി. സ്വർണത്തിനു പുറമെ വിദേശ വാച്ചുകൾ, ട്രാൻസിസ്റ്ററുകൾ എന്നിവയും അദ്ദേഹം വൻതോതിൽ കടത്തി. എന്നാൽ മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ മസ്താൻ നടത്തിയില്ല. ഹാജി മസ്താന്റെ ആഡംബര ജീവിതം വളരെ ശ്രദ്ധേയമായിരുന്നു. റോൾസ് റോയ്സ് കാർ, കടലിന് അഭിമുഖമായ ബംഗ്ലാവ്, കൂടാതെ ബോളിവുഡ് താരങ്ങളായ ദിലീപ് കുമാർ, രാജ് കപൂർ, ധർമ്മേന്ദ്ര എന്നിവരുമായി അദ്ദേഹത്തിന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. മസ്താന്റെ ജീവിതം ആസ്പദമാക്കി അജയ് ദേവഗൺ, വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ, അമിതാഭ് ബച്ചൻ, ദീവാർ എന്നീ സിനിമകൾ ചെയ്തു. കൂടാതെ മസ്താൻ സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു. അക്കാലത്ത് മസ്താൻ പ്രശസ്ത നടി മധുബാലയോടുള്ള ആരാധന മൂലം അവരെപ്പോലെ തോന്നിക്കുന്ന സോന എന്ന നടിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഒരു വെളുത്ത ജുബ്ബ, വെളുത്ത പാന്റ്, കയ്യിൽ സിഗരറ്റ് എന്നിവ മസ്താന്റെ അടയാളമായി മാറി. എന്നാൽ എല്ലാ സമയവും ഒരുപോലെയല്ല. മസ്താൻ 1974-ൽ കോഫി പോസ എന്ന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് മസ്താൻ ജയിലിലായി. അവിടെ വച്ച് ജയപ്രകാശ് നാരായണൻ പോലുള്ള നേതാക്കളെ ജയിലിൽ വെച്ച് കാണുകയും തന്റെ ചിന്താഗതിയെ സ്വാധീനിക്കുകയും തെറ്റായ പാതയിൽ നിന്നും മാറാൻ മസ്താൻ ചിന്തിച്ചു. ജയിലിൽ നിന്നും ഇറങ്ങിയ മസ്താൻ ഹജ്ജിനു പോകുകയും പുതിയ മനുഷ്യനായി മാറുകയായിരുന്നു. പിന്നീടാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം. ചേരിയിലുള്ള പാവപ്പെട്ടവർക്കിടയിൽ മസ്താൻ വലിയ ജനപ്രീതിയായിരുന്നു. ദളിതർക്കും മുസ്ലിം സമുദായക്കാർക്കും വേണ്ടി ദളിത് മുസ്ലിം സുരക്ഷാ മഹാസംഘ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. എന്നാൽ എല്ലാ മേഖലയിലും വിജയം മാത്രം കണ്ടു വളർന്ന നേരിട്ട് സ്ഥാനാർത്ഥിയായി നിന്ന മസ്താൻ പരാജയം നേരിടേണ്ടി വന്നു. നേരിട്ട് മത്സരിച്ചില്ലെങ്കിലും കിങ് മേക്കർ പദവി രാഷ്ട്രീയത്തിൽ ലഭിച്ചു. തുടർന്ന് 1994-ലാണ് മസ്താൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. അതുവരെ മുംബൈ നഗരം കണ്ട ഡോണുകളിൽ നിന്നും വ്യത്യസ്തരാകാൻ മസ്താന് സാധിച്ചു. പിന്നീട് അതേപോലെ ആകാൻ പിന്നീട് വന്ന പലരും ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അടുത്ത കഥയുമായി വീണ്ടും കാണാം.